ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഇന്ത്യൻ തുറമുഖം ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണത്തിനെതിരെ ഇന്ത്യ. അമേരിക്കൻ മാധ്യമത്തിന്റെ ആരോപണം വ്യാജമെന്ന വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിഷ്ണുപ്രസാദ് ചേരുന്നു. വിഷ്ണുപ്രസാദ്, എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം? വ്യക്തമായ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, ഇന്നലെ IRIS ദേന എന്ന ഇറാന്റെ യുദ്ധക്കപ്പൽ അല്ലെങ്കിൽ ഇറാൻ നാവികസേനയുടെ കപ്പൽ അമേരിക്ക മുക്കിയതായി ഉള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇന്ത്യയിൽ പങ്കെടുത്ത പരിപാടിക്ക് ശേഷം മടങ്ങവേ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും 1700 കിലോമീറ്റർ അപ്പുറമുള്ള ദ്വീപസമൂഹത്തിൽ നിന്ന് ഈ അന്തർവാഹിനി ഉപയോഗിച്ചുകൊണ്ട് ഒരു ടോർപിഡോ തൊടുക്കുകയും അത് ഏറ്റ് ഇറാന്റെ കപ്പൽ മുങ്ങുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇത് പെന്റഗൺ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമുദ്രാതിർത്തി, അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രാതിർത്തിയിലെ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നാവിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. അത്തരത്തിൽ ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യൻ തുറമുഖങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് അമേരിക്കയ്ക്ക് ഇറാനെതിരെ പടനീക്കം കടലിലൂടെ നടത്താൻ സാധിച്ചത് എന്ന തരത്തിൽ ചില അമേരിക്കൻ ഓൺലൈൻ പോർട്ടലുകൾ കഴിഞ്ഞ ദിവസം വാർത്ത പ്രചരിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. ഈ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നും ഇന്ത്യൻ തുറമുഖങ്ങളൊന്നും തന്നെ അമേരിക്കയുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയോ അതിന് താവളമാക്കുകയോ ചെയ്തിട്ടില്ല എന്നും വസ്തുതാന്വേഷണ സംഘം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉൾപ്പെടെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ യുദ്ധത്തിൽ ഒരു പക്ഷം ചേരുന്ന അല്ലെങ്കിൽ ഒരു പക്ഷത്തിന് വേണ്ടിയുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ റൈസീന ഡയലോഗ് നടക്കുകയാണ്. ഈ വർഷത്തെ 11ാം പതിപ്പ് നടക്കാൻ പോവുകയാണ്. വിവിധ ലോകരാഷ്ട്രങ്ങളിലെ തലവന്മാരുൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര രൂപീകരണത്തിൽ ഉൾപ്പെടെ നിർണായക ഘടകമായേക്കാവുന്ന ഈ റൈസീന ഡയലോഗിന് മുന്നോടിയായി തന്നെ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. മോദി.